ഇന്ന് നമ്മൾ നല്ല നാടൻ പൊടിക്കൊഴുവ വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പൊടിക്കൊഴുവയിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തലയും വാലൊന്നും നുള്ളി കളയേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നല്ല കല്ലുപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 3-4 തവണ കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അഴുക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ക്ലീനായി കിട്ടും. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ച് കിട്ടും. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ പൊടിക്കൊഴുവ അങ്ങനെ വെതറിയിട്ട് കൊടുക്കുക. പൊടിക്കൊഴുവ കുറച്ച് നേരം തീ സിമ്മിലാക്കി ഇട്ടിട്ട് കൊഴുവ വേവാനുള്ള സമയം കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി കൊഴുവ ഫ്രൈ റെഡിയാണ്. P2 വ്ളോഗ്സിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കൊഴുവ ഫ്രൈ.